നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്താണ്. കൊല്ലം അഷ്ടമുടിക്കായലിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത്. ഇന്നത്തെ അഷ്ടമുടിക്കായലിൻ്റെ അവസ്ഥയാണ്. അഷ്ടമുടിക്കായലിനെ സംരക്ഷിക്കുക എന്നൊരു ബോർഡൊക്കെ ഇവിടെ കാണാം. അഷ്ടമുടിക്കായലിനെ സംരക്ഷിക്കുക എന്നൊരു ബോർഡൊക്കെ കാണാം. കായൽ നമ്മുടെ ജീവൻ എന്നൊക്കെ വലിയ ബോർഡൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കായലിൻ്റെ ദയനീയ അവസ്ഥയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. വയലാറിൻ്റെ അതിമനോഹരമായൊരു ഗാനമുണ്ട് അഷ്ടമുടിക്കായലിനെ പറ്റിയൊക്കെ. അഷ്ടമുടിക്കായൽ അന്നനടത്തോണിയിലെ എന്നൊക്കെ പറഞ്ഞ വലിയൊരു അതിമനോഹരമായ പാട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ ആ കായലിൻ്റെ അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത്. ദയനീയമായ അവസ്ഥയാണ്. വളരെ തോൽവിയെന്ന് വേണമെങ്കിൽ പറയാം. മാലിന്യ കൂമ്പാരമാണ്. ഇതൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് മാരക രോഗമാണ് വരുന്നത് പറയാൻ പോലും കഴിയില്ല. ഇന്നത്തെ അഷ്ടമുടിക്കായലിൻ്റെ ദയനീയമായ അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു ക്യാമറയിൽ ഇതൊക്കെ പകർത്തുന്നത് നമുക്ക് പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കകത്ത് നിന്ന് നമ്മൾ ചിത്രീകരിക്കുകയാണ്. കണ്ടില്ലേ എന്തൊരു അവസ്ഥയാണിത്. ഇതൊക്കെ പല ന്യൂസിലുമൊക്കെ വന്നിട്ടുള്ളതാണ്. എന്നിട്ടും ഇതൊന്നും വേണ്ട രീതിയിൽ അധികൃതർ കണ്ണു തുറന്ന് ഇതിനെ സംരക്ഷിക്കാനൊന്നും തയ്യാറായിട്ടില്ല. പലതരത്തിലും പല രൂപത്തിലും ഈ കായലിനെ ആശ്രയിച്ച് കഴിയുന്ന ധാരാളം ആൾക്കാരുള്ള ഈ ലോകത്ത് കൊല്ലം ജില്ലയിലെ ഈ അഷ്ടമുടിക്കായലിൻ്റെ അവസ്ഥയാണ്. എന്താണ് ഈ കായലിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വളരെ ദയനീയം എന്നല്ലാതെ ഒന്നും പറയാനില്ല. കായലിൻ്റെ അവസ്ഥയാണ്. കണ്ടില്ലേ പ്രിയപ്പെട്ടവരെ, കണ്ടല്ലേ ഒരു അതിമനോഹരമായ ഒരു കായലിൻ്റെ അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത്. കായലിൻ്റെ തീരത്തോട് അനുബന്ധമായിട്ട് ടൺ കണക്കിന് മാലിന്യങ്ങളാണ് അടിഞ്ഞു കിടക്കുന്നത്. തൊട്ടപ്പുറത്ത് നമുക്ക് കാണാം KTDCയുടെ ആണെന്ന് തോന്നുന്നു വളരെ മനോഹരമായിട്ടുള്ള ബോട്ട് യാത്രയൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടാണ് അതൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ വിദേശികളും മറ്റുള്ള ആൾക്കാരും ഒക്കെ വരുമ്പോൾ ഇതൊക്കെ കാണുമ്പം നമ്മുടെ സംസ്ഥാനത്തിനും കൊല്ലം ജില്ലയ്ക്കുമൊക്കെ എന്തൊരു നാണക്കേടാണ് ഈ ഒരു കാഴ്ച. ഇതൊക്കെ പല പ്രമുഖ ചാനലുകാരും ഇതൊക്കെ കാണിച്ചിട്ടുള്ളതാണ്, വാർത്തയാക്കിയിട്ടുള്ളതാണ്. പക്ഷേ ഇതൊന്നും അധികൃതർ ഇതുവരെയും കണ്ണു തുറന്നൊന്നും പരിഹരിക്കാനോ വേണ്ട രീതിയിൽ സംരക്ഷിക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല. ഇതൊരു കായലിൻ്റെ ദയനീയ അവസ്ഥയാണ് പ്രിയമുള്ളവരെ. നമ്മുടെ ഈ ഒരു ക്യാമറയുടെ പരിമിതികൾക്കകത്ത് നിന്ന് ഇതൊക്കെ ചിത്രീകരിക്കുന്നതിനകത്ത് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നിട്ടും അതിനകത്ത് നിന്നുകൊണ്ട് നമ്മുടെ പ്രേക്ഷകരെ, നമ്മുടെ നാട്ടിൽ ഉള്ള ജനങ്ങളെയൊക്കെ ഒന്ന് കാണുക. പ്രത്യേകം കാണട്ടെ നമ്മുടെ കായലിൻ്റെ അവസ്ഥ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വീഡിയോ ആരെ അധിക്ഷേപിക്കാനോ വേണ്ടി ചെയ്ത വീഡിയോ അല്ല. കൊല്ലത്തേക്ക് വന്നപ്പോൾ അഷ്ടമുടിക്കായലിൻ്റെ ദയനീയ അവസ്ഥ കണ്ടപ്പോൾ ഇത് പുറംലോകത്തെ വീണ്ടും ഒന്ന് കാണിക്കണം തോന്നി. കാരണം പല പ്രമുഖ ചാനലുകളും ഇത് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇത് നമ്മൾ ഈ കായലിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ഇതേപോലെയുള്ള അവസ്ഥകൾ തന്നെയാണ് തുടരെ കാണാൻ സാധിക്കുന്നത്. അപ്പം അതൊരു ദയനീയ അവസ്ഥയാണ്. വേണ്ടപ്പെട്ട അധികാരികൾ എന്തുകൊണ്ട് വീണ്ടും നോക്കുത്തുകളായി മാറുന്നു എന്നുള്ളത് ചോദിച്ചതും തന്നെയാണ്. അപ്പം എന്തായാലും ഇതിനൊരു മാറ്റം ആഗ്രഹിക്കുന്നു. നമ്മുടെ നാടിൻ്റെ ഒരു മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് ഇതെല്ലാം നന്നായി വരണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വീണ്ടും നമ്മുടെ ചാനലിലൂടെ വീണ്ടും ഒന്ന് പുറത്തേക്ക് കാണിക്കുകയാണ്. ഇത് വീണ്ടും ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ ആരെ അധിക്ഷേപിക്കാനോ വേണ്ടിയിട്ട് അല്ല ചെയ്ത ഒരു വീഡിയോ അല്ല ഇത്.